ഉണ്ണി അമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പട്ടമാണ് സുരസാമി. സുരസാമി നന്നായിട്ട് അഭ്യാസങ്ങൾ ചെയ്യും. സുരസാമി അസ്ഥാനത്ത് തത്വങ്ങൾ പറയും. നിയോഗം മാത്രം പോകരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സുരസാമി ചുണ്ടുവിരൽ കൊണ്ടാനെ കൺട്രോൾ ചെയ്യും. സൂക്ഷിക്കണം വേണ്ട, എന്റെ ശരിക്കുള്ള കഴിവ് നീ ഇപ്പൊ കണ്ടോളൂ. വിദ്യാഭ്യാസം ഇല്ലാത്ത ഡോഗാന്ന് തോന്നുന്നു. പിന്നെയുമുണ്ട് സുരസാമിയുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന് നമ്മുടെ ആരെങ്കിലും എവിടേക്കാ പോണേന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഒന്നീ സ്ഥലത്തിന്റെ പേര് പറയും, അല്ലെ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയും. പക്ഷെ സുരസാമി അങ്ങനല്ല. സുരസാമി പറയും ഉസ്താദ് എങ്ങോട്ടാ? മുന്നോട്ട്. പിന്നെ നമ്മളൊക്കെ പുറകോട്ടാണല്ലോ. ഇയാൾ ആ ഷാജോണ്ട് പുല്ലുവലിയല്ലോ കൊടുക്കുന്നത്. പുല്ലുവല കഥ തുടങ്ങുന്നത് നമ്മുടെ ദേവ്ജി കള്ളവടിക്കാനായിട്ട് ചിഹ്ന പിടിച്ചിട്ടപ്പിന്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് ആനയ്ക്ക് മതം പിടിച്ചതറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു തെണ്ടി കൂട്ടുകാരുണ്ടാവും. നമുക്കൊരു കഴിവില്ലെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഓരോ ആപത്തുകളിൽ കൊണ്ട് ചാടിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകാരൻ ദേവ്ജിക്കും ഉണ്ട്. അതാണ് നമ്മുടെ നിന്റെ വേണു. പുള്ളിയുടെ പേര് ശിവദാനോ. അങ്ങനെ ശിവദാനോ ആവശ്യമില്ലാത്ത ഓരോ ഉപദേശങ്ങളെ കുറിച്ച് ദേവ്ജി എടുത്ത് പറയും. ആനനെ ചെന്ന് വിളിച്ചാൽ മതി, അവൻ ഇങ്ങ് പോരും. തമ്പുരാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യൂല. ഇത് കേട്ട് പുളകിതനായ നമ്മുടെ ദേവ്ജി ആനയെ ചെന്ന് ഉപദേശിക്കും. ദേവ്ജിയുടെ ഉപദേശവും സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ആന ശാന്തനാവും. എന്നിട്ട് ദേവ്ജി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഷോ ഇറക്കും. ഈ ഷോ ഇറക്കുന്നത് ആനയ്ക്കൊട്ട് ഇഷ്ടപ്പെടില്ല. നീ പറഞ്ഞ പോലെ ഒരു വെടിക്കാരനും ഞാൻ ഇവനെ കൊടുക്കില്ല. ദേവ്ജിനെ കാല് വരെ നിലത്തടിക്കും ആന. അങ്ങനെ 3 പേരെ തട്ടിയ ആനയെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഗവൺമെന്റ് ഓർഡർ ഇടും. അങ്ങനെ അവിടേക്ക് 100 പൊക്കമുള്ള മധുരം ചാടി നമ്മുടെ നായകൻ സുരസാമി അവിടെ എത്തുകയാണ്. എന്നിട്ട് സുരസാമി ചൂണ്ടുവിരൽ കൊണ്ട് ആനയെ കൺട്രോൾ ചെയ്യും. സുരസാമി ആനയെ കൺട്രോൾ ചെയ്യുന്ന കണ്ടിട്ട് നിക്കികളുടെ ആണെങ്കിൽ ക്രഷ് അടിക്കും. നിക്കിയുടെ പേര് ഹൈന്ദവതി തമ്പുരാട്ടി. തമ്പുരാട്ടി സുരസാമി എടുത്ത് ചോദിക്കും, ഡാഡി എന്തായാലും പടവായി, ആ ഗ്യാപ്പിൽ ഇവിടെ ഷുഗർ ഡാഡി ആയിട്ട് എന്റെ കൂടെ കൂടാമോ എന്ന് ചോദിക്കും. പക്ഷെ സുരസാമി ബാസ് ലൈക്ക്, ഡോണ്ട് ട്രൈ ടു ഫോൾ മീ തമ്പുരാട്ടി, ഇറ്റ് ഈസ് പ്യുവർ ടാബോ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മധ്യവയസ്കരം മതി, 50 കഴിഞ്ഞ കിളവന്മാർക്കും ഉണ്ട് ഗൈസ് പെണ്ണ്, പക്ഷെ നമുക്കില്ല. ദേവ്ജി പടമായത് അറിഞ്ഞിട്ട് ദേവ്ജിയുടെ പെങ്ങളുടെ മകളായ മോഹിനി അവിടേക്ക് വരികയാണ്. മോഹിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് എ പ്ലക്കർ. തുടിക്ക് പ്ലക്കണം, അതാണ് പുള്ളിക്കാരുടെ മൈൻഡ്. മോഹിനി അവിടെ വെച്ച് നമ്മുടെ നിശാന്ത് സാഗറിനെ കാണും. നിശാന്ത് സാഗറിനെ കണ്ട ഉടനെ നമ്മുടെ മഴത്തുള്ളിക്കിൽക്കത്തിലെ കുതിരയുടെ കണക്കാവും മോഹിനി. പക്ഷെ നമ്മുടെ നിശാന്ത് സാഗറിന് ഒരു കുഴപ്പമുണ്ട് ഗൈസ്. അത് ഞാൻ എങ്ങനെ എന്റെ വാവുകൊണ്ട് പറയും. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട, എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? നിശാന്ത് സാറിന്റെ പേരാണ് ഹരിക്കുട്ടൻ. ഹരിക്കുട്ടന്റെ ഷട്ട് ഡൗൺ ആയ സിസ്റ്റം ഓണാക്കാൻ നമ്മുടെ മോഹിനി പല വഴിയും നോക്കും. എത്ര പ്രലോഭിച്ചിട്ടും നമ്മുടെ ഹരിക്കുട്ടൻ ഓണാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ശിവനാണുവിന്റെ മകനാണ് നമ്മുടെ ഹരിക്കുട്ടൻ. ഹരിക്കുട്ടനെ കൊണ്ട് ഹൈന്ദവതി തമ്പുരാട്ടിയെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് നമ്മുടെ ശിവനാണുവിന്റെ ആഗ്രഹം. പക്ഷേ ഹരിക്കുട്ടന്റെ സിസ്റ്റം ഓണാവൂലെന്ന് അറിയാൻ നമ്മുടെ ശിവനാണു ആ നാട്ടിലെ വലിയ മന്ത്രവാദിയായ ഭൈരവനെ കൊണ്ട് മന്ത്രവാദം ചെയ്യിപ്പിക്കും. എങ്ങനെയെങ്കിലും മകന്റെ സിസ്റ്റം ഒന്ന് ഓണാക്കി എടുക്കാൻ. ഭൈരവൻ മന്ത്രവാദമൊക്കെ ചെയ്ത് ഹരിക്കുട്ടനെ മയക്കി ശ്വേതാമേനന്റെ റൂമിൽ കൊണ്ട് കിടത്തും. ശ്വേതാമേനന്റെ പേര് ഉമയമ്മ. അങ്ങനെ ഉമയമ്മ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഇവന്റെ സിസ്റ്റം ഓണാക്കാൻ നോക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഹരിക്കുട്ടൻ സിസ്റ്റം ഓണാവും. അങ്ങനെ സിസ്റ്റം ഓണായ നമ്മുടെ ഹരിക്കുട്ടൻ നാട്ടിൽ ഓടിയിടുന്ന പ്ലക്കും. അവസാനം സപ്രക്കാവിൽ വെച്ചിട്ട് മോഹിനിയെ പ്ലക്കും. മോഹിനിയെ പ്ലക്കുന്നത് ശിവതാണോ മോഹിനിയുടെ ഭർത്താവിന് കാണിച്ചു കൊടുക്കും. നല്ല പത്തരമാറ്റുള്ള തന്ത. പ്ലക്കല് കണ്ട് ഷോക്കായി നിന്ന മോഹിനിയുടെ ഭർത്താവിനെ പാമ്പ് കടിക്കും. മോഹിനിയുടെ ഭർത്താവ് പടമായതറിഞ്ഞ സുരസാമി ഹരിക്കുട്ടനെ പ്രാകും. സുരസാമിയുടെ ശാപമേറ്റ നമ്മുടെ ഹരിക്കുട്ടൻ യന്ത്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും. എന്നിട്ട് നന്നാവും. മോക്ഷം നിനക്ക് ഈ ജന്മത്തിലില്ല. ശരിക്കും നമ്മുടെ ദേവ്ജിയുടെ സ്വത്തുക്കളെല്ലാം കിട്ടാൻ വേണ്ടി ദേവ്ജിനെ മനഃപൂർവ്വം കൊന്നാണ് നമ്മുടെ ശിവതാണോ. എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നത് നമ്മുടെ ഭൈരവൻ മന്ത്രവാദിയും. നമ്മുടെ ഭൈരവൻ മന്ത്രവാദിക്ക് ദേവ്ജിയുടെ കുടുംബത്തോട് ദേഷ്യം വരാൻ ഒരു കാരണമുണ്ട്. ഭൈരവന്റെ അച്ഛൻ പണ്ട് അവിടുത്തെ ആനപ്പാപ്പാനായിരുന്നു. പുള്ളി ആ സമയത്ത് അറിയാണ്ട് അവിടുത്തെ കോല തമ്പുരാട്ടിനെ കൊണ്ടുപോയി പ്ലക്കി. ഇതറിഞ്ഞ ദേവ്ജി നമ്മുടെ ഭൈരവന്റെ അച്ഛനെ വെട്ടിക്കൊന്ന് നിലവറയിൽ കുഴിച്ചിട്ട് ഇതിന് പകരം ചോദിക്കാനാണ് നമ്മുടെ ഭൈരവൻ മന്ത്രവാദിയായത്. ഈ സിനിമ എടുത്ത ഡയറക്ടറിന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ സിനിമയ്ക്ക് രുദ്രസിംഹാസനം എന്ന് പേരിടുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് പോൺ ഹബ് എന്ന് ഇടുന്നതായിരുന്നു. ആണല്ലോ. അങ്ങനെ അവസാനം എല്ലാ വില്ലന്മാരും കൂടെ ചേർന്ന് ക്ലൈമാക്സ് നടക്കുന്ന കോവിലത്തേക്ക് പോകും.
എന്നിട്ട് ഇവരെല്ലാം കൂടെ ഹൈന്ദവതിനെ പ്ലക്കാൻ നോക്കും. അവിടേക്ക് നമ്മുടെ സുരസ്വാമി വരും. സുരസ്വാമി വന്നിട്ട് എല്ലാത്തിനും ഇടിച്ച് റൊട്ടിയാക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു തടിയൻ നമ്മുടെ സുരസ്വാമിയുടെ കണ്ണിൽ മുളക് പൊടി ഇടും. കണ്ണിന് മുളക് പൊടിയെ സുരസ്വാമിനെ ശിവതാണു പുറകീന്ന് കുത്തും. ചാവ നേരത്തെ സുരസ്വാമി ശിവതാണുവിനെ പ്രാകും. നിലവറയിൽ ഡാഡിയുടെ ബോഡി തപ്പിക്കൊണ്ടിരുന്ന ഭൈരവനെ ഹൈന്ദവതി തമ്പുരാട്ടി കുത്തിക്കൊല്ലും. എന്നിട്ട് ഹൈന്ദവതി തമ്പുരാട്ടി ഈ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കായിട്ട് റിലീസാക്കി അതിന് ബുക്കർ പ്രൈസ് സമ്മാനവും കിട്ടും. ഏറ്റവും നല്ല നോവലിനുള്ള സർക്കാർ അവാർഡ് അതിന് കിട്ടുകയാണ് 10 ലക്ഷം രൂപ. അതേത് അവാർഡ്? ആ ബുക്കർ പ്രൈസ് കൊടുത്ത നാറിന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവന്റെ ഈ മോന്ത പിടിച്ച് ഈ ഭിത്തിലിട്ട് ഒരക്കാനായിരുന്നു. അന്തസ്സോടാ അന്തസ്. ഈ മാതിരി തൊലിഞ്ഞ കഥക്കാനാടാ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. പടത്തിന്റെ അവസാനം ഹൈന്ദവതിയും പടവും. അങ്ങനെ പടം കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.